എന്റെ ആടിന് വല്ലവരും കഞ്ഞോളം കൊടുത്തോ? ഓ പിന്നെ അകത്ത് 100 വട്ടം പണിയുണ്ട്. പിന്നെ നിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പറട്ടെ, അപ്പ കാണാം. വാ മോളെ. എന്താ ഇത് വെല്ലിക്കാക്ക? ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളാര്, കോഴി, ആട്, കാക്ക, താറാവ്. ഓ, ആടിനെ തീറ്റി വളർത്താൻ കണ്ടൊരു സ്ഥലം. എല്ലാത്തിനെയും ഞാനിന്ന് പാകമാക്കും. ഉമ്മ, ആ വടിയും തെറ്റാണ് എടുത്തോണ്ട് വാ. ഖദീജ, ഞമ്മടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ്. വാ പോകാം. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശമുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫക്കാനെയും പിള്ളാരെയും കെട്ടുകളയും കൂടിയിറക്കും. ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടു പോകരുത്. നിന്റെ എല്ലി ഞാൻ തകർത്തുകളെ. ഡാബു, ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കുമ്പോഴാ? അവരെ ഹനീഫക്കയുടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. എടാ, അതിന് കണ്ടമാനം കാശ് വേണം. ഹനീഫക്ക മഹാ അർക്കീസ, ഒരുപാട് രൂപയുണ്ടെന്നേ. പോടാ. വലിയക്കാക്ക, ആരും അറിയണ്ട. ആനുമ്മ അറിഞ്ഞാ വഴക്കിടും. ഇനി എനിക്ക് വലിയക്കാക്ക പാടായിട്ടൊന്നും തരണ്ട. ഞമ്മടെ ഖദീജയ്ക്ക് 2 കമ്മല് മതി. ഹനീഫ അറിയണ്ട, കൊച്ചിക്കായ അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. വല്ലവരോടും പറയുവോ? പരമരഹസ്യമാക്കി വെക്കും. കമ്മൽ ഉടനെ വേണം. നോക്കട്ടെ. അബിക്കും സൈദ് മുഹമ്മദിനും പാത്തുക്കുട്ടിക്കും കൂടെ കൊടുത്തു. എന്റെ ഖദീജ പാവം, അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതോട് ഓർമ്മ വേണം. വെല്ലിക്കാക്ക, രൂപയായിട്ട് ഇനി എനിക്ക് ഒന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട. ഞങ്ങള് മാറി താമസിക്കുമ്പോ മതി. ഈ വിവരം ഇത്താത്തയോട് പറയരുത്. ഇല്ല. ഉമ്മയോ? ഇതാണ് എന്റെ ഉമ്മ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കും. തോടുകളിൽ കുതിർക്കാനിട്ടിരിക്കുന്ന ഓല വലിച്ചുകൊണ്ടുവന്ന് മെടയും. അത് കഴിഞ്ഞ് വീട്ടുജോലി ആരംഭിക്കും. വീട്ടിലുള്ള എല്ലാവരെയും വേണ്ടതിനും വേണ്ടാത്തതിനും ഉമ്മ ശകാരിക്കും. അവളുമാർക്കൊന്നും അറിയില്ല. വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ഇതാണ് വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് ഉമ്മയുടെ അഭിപ്രായം. അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണം അങ്ങ് വിട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞാലോ? നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാന്തടി മുച്ചാൻ വയറ്. പിന്നെ നീ ഒരു 10 രൂപ ഇങ്ങിത്താ. അബ്ദുൾ ഖാദർ അറിയരുത്, അനീഫയെ അറിയരുത്, ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. കുഞ്ഞാനുമ്മ ഐശോമ്മയെ അറിയുന്നതിന് വല്ല വിരോധമുണ്ടോ? മതി, തരണുണ്ടെത്താ. ആരും അറിയണ്ട. ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട്? പരസ്യമായും രഹസ്യമായും എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? നീ ഒന്നും തന്നിട്ടില്ലെന്നല്ല ഈ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതെല്ലാം എവിടെ പോയി? പതുക്കെ പറ. എല്ലാം അബ്ദുൾ ഖാദർ വാങ്ങിച്ച്. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ, അവനിങ്ങ് വരട്ടെ. പതുക്കെ പറ. അബിയും പാത്തുക്കുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുക്കും. ഉമ്മയോടൊരു രഹസ്യം ഞാൻ പറയാം. വേറെ ആരോടും പറയരുത്. എന്റെ പക്കലാകെ കൂടി ഇനി ഒരു 5 രൂപയുടെ നോട്ടുണ്ട്. വേറെ ഡെമ്പിടി കാശില്ല. അതിഞ്ഞായിട്.
ദാണ്ടുമ്മ, ദാണ്ട് ഇത് വിരിക്കട്ടെ. പിന്നെ എന്തൊക്കെ ഉണ്ടുമ്മ വിശേഷങ്ങൾ? എടാ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എപ്പോഴാ മരിക്കണമെന്നറിയാമോ? എനിക്കൊരു മോഹമുണ്ട്. അതെന്തുവാ അമ്മ? നീ ഒരു പെണ്ണ് കെട്ടിയിട്ട് നിന്റെ കൂടെ ഒന്ന് താമസിക്കണം. നിർത്തണം കേട്ടോ. എവിടെയെങ്കിലും അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചാ സമ്മതിക്കില്ല. പാത്തുമ്മ, ആനുമ്മ, ഓടിവാ ഓടിവാ. എന്നെ പെട്ടിയും കിടക്കയെടുക്ക. ഒരു ചുമട്ടുകാരനെ വിളി. എന്താ ഉമ്മ?